ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ഡ്രാമ ടെല്ലർ. ബോക്സ് തിങ്സ് എല്ലാം അറേഞ്ച് ചെയ്ത് വെക്കുന്ന സമയത്ത് ചേച്ചി വിളിക്കുന്നു. എന്നെ ഷെൻഷൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, നിന്നെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട്. എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ നീ നമ്മുടെ പഴയ വീട്ടിലായിരിക്കും ഉണ്ടാവുക. ഞാൻ എന്തിനാ വിളിച്ചതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ വീട്ടിലുണ്ട്, നീ ഇങ്ങോട്ടേക്ക് വാ എന്ന് ചേച്ചി പറയുന്നു. ബോക്സു, ഇങ്ങോട്ടേക്ക് നീ വന്നാ സാധാരണ നീ ഫ്രണ്ട്സിനെ കാണാൻ പോകാറാണല്ലോ പതിവ്. ഇന്നെന്താ പ്രത്യേകത? എനിക്ക് വേണ്ടിയിട്ടൊന്നും സമയം ഉണ്ടാവാത്തതാണല്ലോ എന്നവൻ ചോദിക്കുന്നു. അതൊക്കെ ശരിയാ, പക്ഷേ നീ എൻ്റെ ഒരേ ഒരു ബ്രദർ അല്ലേ, നിനക്ക് സമയം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വാ, നമുക്ക് ഡിന്നറൊക്കെ കഴിക്കാം എന്ന് ചേച്ചി പറയുന്നു. ബോക്സു, അപ്പൊ ഇതിനു വേണ്ടിയിട്ടാണോ വിളിച്ചേ എന്ന് ചോദിക്കുന്നു. ചേച്ചി, നീ വീട്ടിലേക്ക് വന്നിട്ടില്ലെങ്കിൽ എല്ലാം ശരിയാവും എന്നാണോ? അച്ഛനാണ് നിന്നെ വിളിക്കാൻ പറഞ്ഞത്. നിന്നോട് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിനക്ക് വേണ്ടിയിട്ട് ഒരുപാട് എക്സ്ക്യൂസ് ഒക്കെ പറഞ്ഞു നോക്കി, പക്ഷെ ഒന്നും അങ്ങോട്ട് ഏറ്റില്ല. നീ വേഗം വരാൻ നോക്ക് എന്ന് ചേച്ചി പറയുമ്പോ ബോക്സു, നീ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യേ, എനിക്ക് കുറച്ച് ദിവസം കൂടെ വേണം എന്ന് പറയുന്നു. ചേച്ചി, എത്ര കാലം എന്ന് വെച്ചാൽ നീ ഇങ്ങനെ ഒളിച്ചു കിടക്കുക? നിന്റെ കാര്യം ആലോചിച്ച് അച്ഛന് നല്ല പേടിയുണ്ട്. നീ എന്തായാലും ഇന്നിങ്ങോട്ട് വന്നേ പറ്റൂ, നീ കേൾക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോഴും ബോക്സു, പ്ലീസ് എനിക്ക് കുറച്ചുകൂടെ ടൈം താ എന്ന് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്യുന്നു. നീ വന്നില്ലെങ്കിൽ നിന്നെ കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നാണോ നീ വിചാരിക്കുന്നത്? എന്താന്ന് വെച്ചാൽ നിനക്ക് തീരുമാനിക്കാം എന്ന് പറഞ്ഞ് ചേച്ചി കോള് കട്ട് ചെയ്യുന്നു. കോള് കട്ട് ചെയ്ത് ചേച്ചി അച്ഛനോട്, എന്നെ കൊണ്ട് പറ്റുന്നത് പോലെയല്ല ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവൻ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ അവൻ വരാനുള്ള സാധ്യതയാണ് കൂടുതൽ എന്ന് പറയുന്നു. ചേച്ചിയുടെ ഊഹം ശരിയാവുന്നു. ബോക്സു വീട്ടിലേക്ക് വരുന്നു. ഇപ്പൊ അച്ഛനും ബോക്സും കൂടെ സംസാരിക്കുവാണ്. അവൻ വന്നപാടെ അച്ഛൻ, നിനക്ക് വീട്ടിലേക്ക് വരാനൊന്നും ഇപ്പൊ സമയമില്ലല്ലോ, മറ്റുള്ളവരെക്കാളും നീ ഒരുപാട് ബിസി അല്ലേ എന്നാണ് ചോദിക്കുന്നത്. ഞാൻ തിരിച്ചു വന്നു, നിങ്ങൾക്ക് എന്നോട് കുറച്ച് നന്നായിട്ട് സംസാരിച്ചൂടെ എന്ന് ബോക്സ് ചോദിക്കുന്നു. എന്നെ കൊണ്ട് അങ്ങനെ സംസാരിക്കാൻ പറ്റില്ല, നീ എപ്പോഴും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണ്. ഓഫീസിലിരിക്കുമ്പോഴും നിന്നെക്കുറിച്ച് ഒരുപാട് ന്യൂസ് എപ്പോഴും ഞാൻ കേൾക്കാറുണ്ട്. നിന്റെ അസിസ്റ്റന്റ് നിന്നെ ലോകം മുഴുവൻ തെരഞ്ഞിട്ടുണ്ട്, ലൈസനിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഹെൽപ്പ് ചോദിച്ചിട്ട്. ഈ പ്രശ്നങ്ങൾ വരുമ്പോൾ നീ എന്തിനാ എപ്പോഴും ഇങ്ങനെ ഒളിക്കുന്നത്? ഇതൊന്നും ഫേസ് ചെയ്യാൻ നിന്നെ കൊണ്ട് എന്താ പറ്റാത്തെ എന്ന് അച്ഛൻ ചോദിക്കുന്നു. ബോക്സു, എനിക്ക് കുറച്ച് സമയം വേണമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. നിങ്ങൾ എന്തിനാ എന്നോട് വരാൻ പറഞ്ഞേ എന്ന് അച്ഛനോട് ചോദിക്കുന്നു. അച്ഛൻ തിരിച്ചു മറിച്ചു അവനെ ഉപദേശിച്ചുകൊണ്ടിരിക്കുവാണ്. ബോക്സു, നിങ്ങൾക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാ പറഞ്ഞു, അരമണിക്കൂർ കൊണ്ട് ഞാൻ പോകും എന്നവൻ പറയുന്നു. അച്ഛൻ, നീ എങ്ങോട്ട് പോകാനാണ്? നീ അത്രമാത്രം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആരോ ആണ് എന്നാണോ നീ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? ഇത്ര ധൃതി പിടിച്ചു പോകാൻ വേണ്ടിയിട്ട് നിനക്ക് ഏതെങ്കിലും സ്ഥലം ഉണ്ടോ? നിന്റെ പ്രസിഡന്റ് നിന്നെ വിൽക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. നീ ഇപ്പൊ വേസ്റ്റിന്റെ ഒരു കൂമ്പാരം പോലെയാണ്, ആർക്കും നിന്നെ വേണ്ട, അതാണ് സത്യം എന്ന് അച്ഛൻ പറയുന്നു. ബോക്സു ആകെ അപ്സെറ്റ് ആയിട്ട്, നിങ്ങൾ എന്റെ കോൺഫിഡൻസ് തകർക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കുന്നു. ഞാൻ പറഞ്ഞൊന്നും നീ വിശ്വസിച്ചിട്ടില്ല അല്ലെ? നിന്നോട് നിന്റെ പ്രസിഡന്റ് തിരിച്ചു ചെല്ലാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്വപ്നത്തിൽ മാത്രമായിരിക്കും. നിന്റെ പ്രസിഡന്റ് നിന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് വരില്ലല്ലോ ഇത്ര ദിവസമായിട്ട്. ഇനി സംഭവിക്കാൻ പോകുന്നത് എന്തായിരിക്കും എന്ന് നിനക്കറിയോ? നീ ഇന്നേ വരെ കേട്ടിട്ട് പോലും ഇല്ലാത്ത ചെറിയ ചെറിയ കമ്പനികൾ കോൺട്രാക്റ്റുമായിട്ട് നിന്റെ അടുത്തേക്ക് വരും. അവര് നിന്നോട് പെർഫോം ചെയ്യാൻ പറയും. നീ നിന്റെ സ്വപ്നത്തിനെ കുറിച്ചും ആഗ്രഹത്തിനെ കുറിച്ചും ഒക്കെ ഒരുപാട് പറയാറുണ്ടായിരുന്നല്ലോ, ഇതാണോ നിന്റെ സ്വപ്നവും ആഗ്രഹവും ഒക്കെ എന്ന് അച്ഛൻ ചോദിക്കുന്നത് കേട്ട് ബോക്സു ആകെ തകർന്നു പോകുന്നു. അച്ഛൻ, നിന്നോട് എനിക്ക് സത്യങ്ങൾ തുറന്നു പറയണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, നിന്റെ കോൺഫിഡൻസ് കളയാനൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. നീ ഇത് കേട്ട് തളർന്നു പോവല്ലേ, ഇതെല്ലാം ഓവർകം ചെയ്യാൻ നിനക്ക് പറ്റും, എല്ലാത്തിനും നിന്റെ കൂടെ ഞാനുണ്ടാവും എന്ന് പറഞ്ഞ് അവനെ കംഫർട്ട് ചെയ്യുന്നു. ഇവിടെ ജെയ്സൺ ഷെൻഷന്റെ ഹെയർ സെറ്റ് ചെയ്ത് കൊടുക്കുവാണ്. ജെയ്സൺ, ഇപ്പൊ നോക്ക്, ഇതുകൊണ്ടാണ് എനിക്ക് ഈ ഷാംപൂ ഇത്ര ഇഷ്ടം. നിന്റെ ഹെയർ നല്ല സിൽക്കിയും സ്മൂത്തിയും ഒക്കെ ആയിട്ട് മാറും, ഇപ്പൊ അടിപൊളിയായില്ലേ എന്നവൻ ചോദിക്കുമ്പോ ഷെൻഷൻ, ഇതെന്തോന്ന് ഇത്, നിനക്ക് ഉറപ്പാണല്ലോ അല്ലേ? ഇത് വിയേർഡായിട്ടൊന്നും നിനക്ക് തോന്നുന്നില്ലല്ലോ എന്ന് ഷെൻഷൻ ചോദിക്കുന്നു. ഒരിക്കലും ഇല്ല, ഇത് അടിപൊളിയായിട്ടുണ്ട് കാണാൻ, നിനക്ക് വേണ്ടി മാത്രമുള്ള സ്റ്റൈലാണ്, പിന്നെ ഇത് നിനക്ക് വേണ്ടിയുള്ളതാണ് എന്ന് പറഞ്ഞ് ഹെയർ കെയർ ഐറ്റംസ് ഒക്കെ ഉള്ള ഒരു ബോക്സ് ജെയ്സൺ ഷെൻഷന് കാണിച്ചു കൊടുക്കുന്നു. ഷെൻഷൻ അത് കാണുമ്പോ തന്നെ, അയ്യോ ഇതെനിക്ക് വേണ്ട, കണ്ടിട്ട് തന്നെ നല്ല വിലയുണ്ടെന്ന് തോന്നുന്നു, എനിക്ക് വേണ്ട മോനെ എന്നവള് പറയുന്നു. ജെയ്സൺ, നീ അതോർത്ത് ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല, ഇതെല്ലാം എന്റെ സ്പോൺസേഴ്സ് തന്നതാ, അതുകൊണ്ട് ഇതെല്ലാം ഫ്രീ ആണ്. പിന്നെ ഇതൊക്കെ ഞാൻ നിനക്ക് തരുന്നതിന് ഒരു കാരണമുണ്ട്, എനിക്ക് നിന്റെ ഒരു ഹെൽപ്പ് വേണം എന്ന് പറയുന്നത് കേട്ട് ഷെൻഷൻ, നിനക്ക് ബോക്സുവിനെ കാണാൻ വേണ്ടിയിട്ട് വല്ലതും ആണോ? അതാണെങ്കിൽ എന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ഞാനും അവനെ തെരഞ്ഞുകൊണ്ടിരിക്കുവാണ് എന്നവള് പറയുന്നു. ജെയ്സൺ, ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ, അവൻ എന്നോട് ഫോറിന്ന് കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതാണ് അടയ്ക്കേണ്ട ബില്ല്. നീ അവന്റെ അസിസ്റ്റന്റ് അല്ലേ, നിന്നെ കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ അവനെ വേറെ ആരെ കൊണ്ടാ കണ്ടുപിടിക്കാൻ പറ്റുക? എനിക്ക് എന്തായാലും ഈ ബില്ല് അടയ്ക്കണം, അതിന് ഒരുപാട് പണം വേണം എന്നവൻ പറയുന്നു. ഷെൻഷൻ, എന്നാ അവനെ നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് തരാം, അവൻ ഇങ്ങോട്ട് വരുന്ന രീതിയിൽ നമുക്ക് വല്ല പ്ലാനും ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും പ്ലാൻ ചെയ്യുന്നു. ആ പ്ലാനിന്റെ ഭാഗമായിട്ട് ജെയ്സൺ ബോക്സുവിനെ വിളിക്കുന്നു. ബോക്സ് കോൾ അറ്റൻഡ് ചെയ്തതും ജെയ്സൺ, നിനക്ക് സമയം ഉണ്ടാവുമോ? സമയം ഉണ്ടെങ്കിൽ നീ ഒന്ന് എന്റെ ഓഫീസിലേക്ക് വാ, നിന്റെ ഹെയർ കളർ ചേഞ്ച് ചെയ്ത് തരാം, യെല്ലോ കളർ നിനക്ക് ചേരില്ല. സംഭവം എന്താണെന്നറിയോ, 2 ദിവസം മുന്നേ ഞാനൊരു ജോൽസിനെ കണ്ടിട്ടുണ്ടായിരുന്നു. ആ മാസ്റ്ററാണ് എന്നോട് പറഞ്ഞത് എന്റെ ഒരു ജെമിനായി ഫ്രണ്ടിന് ഇപ്പൊ മോശ സമയമാണെന്ന്. എന്താണെന്നറിയോ അയാൾ പറഞ്ഞത്? ശനിയും വ്യാഴവും കുറുകെ വന്നതുകൊണ്ട് ചൊവ്വയുടെ ഓർബിറ്റ് ബ്ലോക്ക് ചെയ്തിരിക്കുവാണ്. ഇപ്പൊ അത് രണ്ടും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്, അതുകൊണ്ട് ജെമിനയ്ക്കും കഷ്ടപ്പാടാണ്, സോ ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്ന് പറഞ്ഞു. വേറൊരു കാര്യം കൂടെ ഉണ്ട്, അതാണ്
ഇതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അദ്ദേഹം പറഞ്ഞത് ജെമിനായി പ്രശ്നത്തിലാണെന്ന് മാത്രമല്ല പബ്ലിക്കിന്റെ എനിമി ആവാനും സാധ്യതയുണ്ടെന്നാ പറഞ്ഞ്. അപ്പൊ എനിക്ക് തോന്നി ആ ഫ്രണ്ട് നീ തന്നെ ആയിരിക്കുമെന്ന്. ഇത് കേട്ട് ബോക്സു ആരാണ് ഈ മാസ്റ്റർ എന്ന് ചോദിക്കുന്നു. എന്റെ ഒരു ഫ്രണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതാ, ദുബായിലാണ്. മാത്രമല്ല വൈറ്റും യെല്ലോയും നിനക്ക് ഭാഗ്യമില്ലാത്ത കളറാ. എനിക്കതറിയാൻ പാടില്ലായിരുന്നു. അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ നിന്റെ ഹെയർ കളർ യെല്ലോ ആക്കില്ലായിരുന്നു. അതുകൊണ്ട് നീ എന്റെ ഓഫീസിലേക്ക് ഒന്ന് വാ, ഹെയർ കളർ ഞാൻ ചേഞ്ച് ചെയ്ത് തരാം എന്ന് ജെയ്സൺ പറയുന്നു. ബോക്സ് കണ്ണാടിയിൽ നോക്കിയിട്ട് യെല്ലോയോ? അല്ല, നീയും ജെമിനയല്ലേ? എന്നിട്ട് ഞാൻ അന്ന് നിന്നെ കണ്ടപ്പോ നീ യെല്ലോ കളർ ഷർട്ടായിരുന്നല്ലോ ഇട്ടിരുന്നത് എന്ന് ചോദിക്കുന്നു. അത് പിന്നെ അതെനിക്ക് അപ്പം അറിയില്ലായിരുന്നു. ഈ ഒരു കാര്യം അറിഞ്ഞതിന് ശേഷം ഞാൻ എന്റെ പല്ല് വരെ ബ്ലാക്ക് ആക്കി എന്ന് ആരും വിശ്വസിക്കാത്തൊരു കള്ളം ജെയ്സൺ പറയുന്നു. ബോക്സു എന്തോന്ന്? അപ്പൊ അവൻ ശരിക്കും ഒരു ഫ്രോഡായിരിക്കും. നീ അവന്റെ പേര് പറ എന്ന് പറയുന്നു. ആ ഒരു ചോദ്യം ജെയ്സൺ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് അവന് പേരൊന്നും ഓർമ്മ വരുന്നുണ്ടായിരുന്നില്ല. സോ തപ്പി തടഞ്ഞ് ജെനിഫർ ലോറൻസ് എന്ന് പറയുന്നു. ഷെൻഷൻ അപ്പോ അതൊരു ഫേമസ് ആക്ട്രസ് ആണടാ പൊട്ട, നീ എന്തിനാ ആ പേര് പറഞ്ഞേ എന്ന് ചോദിക്കുന്നു. ബോക്സു ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. ബോക്സു നന്നായിട്ടുണ്ട് ജെയ്സ, നിനക്ക് എങ്ങനെയാ എന്നോട് കള്ളം പറയാൻ തോന്നിയേ? ഷെൻഷൻ നിന്റെ അടുത്തുള്ളപ്പോ നീ എന്നെ വിളിക്കാൻ പാടില്ലായിരുന്നു. അവളായിരിക്കും അല്ലേ നിന്നോട് എന്നെ വിളിച്ച് ഫൂളാക്കാൻ പറഞ്ഞത് എന്ന് ബോക്സു പറയുന്നു. ജെയ്സൺ എന്റെ ദൈവമേ, നിനക്കിവിടെ വല്ല ചാരന്മാരും ഉണ്ടോ? ഞാൻ നിന്നോട് എന്നാ സത്യം പറയാം, ഞാനൊരു ലോല ഹൃദയനാ. ഷെൻഷൻ നിന്നെ ലോകം മുഴുവൻ തെരഞ്ഞിട്ടുണ്ട്. അവള് ശരിക്കും ഇപ്പൊ നല്ല ടയർഡാണ്. അവളെ ഇങ്ങനെ കാണാൻ എനിക്ക് പറ്റില്ല. നീ ഒരു സ്റ്റാറാണ്, നിനക്ക് വേണ്ടത് എന്താന്ന് വെച്ചാൽ നിനക്ക് ചെയ്യാം. പക്ഷേ നീ നിന്റെ അസിസ്റ്റന്റിന്റെ ഫീലിങ്സ് മനസ്സിലാക്കിയിട്ടുണ്ടോ? അവളൊരു അസിസ്റ്റന്റ് അല്ലേ അല്ലേ? നിന്നെ തിരയാൻ വേണ്ടിയിട്ട് അവൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. എനിക്ക് മനസ്സിലാവും അവളുടെ ഫീലിങ്സ് എന്താണെന്നുള്ളത്. അവൾ ഇപ്പോഴും നിന്നെ തിരഞ്ഞുകൊണ്ടിരിക്കുവാണ്. പക്ഷെ നീയോ, നീ അവളെ സഫർ ചെയ്യിപ്പിക്കുന്നു. അവള് നിനക്ക് വേണ്ടിയിട്ട് എല്ലാ കുറ്റവും ഏറ്റെടുക്കുന്നു എന്നവൻ പറയുന്നതും ഷെൻഷൻ ഫോൺ വാങ്ങിയിട്ട് ബോക്സു നീ ശ്രദ്ധിച്ചു കേട്ടോ, ഇപ്പോഴും ഞാൻ നിന്നെ തിരഞ്ഞുകൊണ്ടിരിക്കുവാണ്, നീ ഇപ്പൊ വരണം എന്ന് പറയുന്നു. ബോക്സു എനിക്കറിയായിരുന്നു ഇത് നീ ആയിരിക്കുമെന്ന്. എന്നോട് പറയാൻ വേണ്ടിയിട്ട് കമ്പനി എന്തെങ്കിലും നിന്നെ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്നു. 3 ദിവസത്തിനുള്ളിൽ ഫാൻസിന് വേണ്ടിയിട്ട് ലൈവ് ചെയ്യാൻ കമ്പനി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് ഷെൻഷൻ പറയുന്നു. നീ കുറച്ച് കീ പോയിന്റ്സ് മറന്നുപോയി, അത് ഓർമ്മ വരുമ്പോ നിനക്ക് എന്നെ വിളിക്കാം എന്ന് പറഞ്ഞ് ബോക്സ് കോള് കട്ട് ചെയ്യുന്നു. ഇത് കണ്ട് ജെയ്സൺ സോറി ഡി, എനിക്ക് നിന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല, ഒരുപാട് സോറി എന്ന് പറയുന്നു. ഷെൻഷൻ എനിക്കൊരു ഹഗ് എന്ന് പറഞ്ഞ് ജെയ്സനെ ഹഗ് ചെയ്യുന്നു. എന്നിട്ട് അവിടുന്ന് ചാടി എഴുന്നേറ്റ് ഇപ്പൊ ഞാൻ ഓക്കെയാണ്, എനിക്കിപ്പോ ഫുൾ എനർജി കിട്ടി, നോക്കിക്കോ ഞാൻ അവനെ കണ്ടുപിടിക്കും, കിട്ടിയ അപ്പം നിന്റെ അടുത്തേക്ക് ഞാൻ അവനെ കൊണ്ടുവന്നിരിക്കും എന്ന് പറഞ്ഞ് ഷെൻഷൻ അവിടുന്ന് പോകുന്നു. ഇവിടെ കമ്പനിയിലെ പ്രസിഡന്റ് മോൾക്ക് വീഡിയോ കോൾ ചെയ്യുവാണ്. പ്രസിഡന്റ് എനിക്കറിയാം ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്ന്, ഇനി അമ്മയുമായിട്ട് ഞാൻ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാട്ടോ എന്ന് മോളോട് പറയുന്നു. മോള് ഞാൻ ഇനി അടുത്ത തവണ കോൾ ചെയ്യുമ്പോൾ നിങ്ങൾ രണ്ടുപേരും കൂടെ വേണം ആ കോൾ അറ്റൻഡ് ചെയ്യാൻ. കഴിഞ്ഞ തവണ വിളിച്ചപ്പോൾ ഞാൻ അമ്മയെ മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അടുത്ത തവണ വിളിക്കുമ്പോൾ മീറ്റിംഗ് ഉണ്ടെന്നൊന്നും പറയാൻ നിൽക്കണ്ട, രണ്ടുപേരും എന്തായാലും ഒരുമിച്ച് വേണം എന്ന് പറയുന്നത് കേട്ട് പ്രസിഡന്റ് അവളോട് ഓക്കെ പറയുന്നു. ഇതേ സമയത്ത് ലീന പ്രസിഡന്റിന്റെ പേര് വിളിച്ചുകൊണ്ട് അങ്ങോട്ട് വരുന്നു. മോള് ആരാ അച്ഛന്റെ പേര് വിളിക്കുന്നത്? അമ്മയുടെ സൗണ്ട് പോലെ ഇല്ലല്ലോ അത് എന്ന് പറയുന്നത് കേട്ട് പ്രസിഡന്റ് അതൊരു എംപ്ലോയി ആണ്, മീറ്റിംഗിന് വിളിക്കാൻ വേണ്ടി വന്നതാ, എനിക്കൊരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പോണം, ഞാൻ പിന്നെ വിളിക്കാട്ടോ എന്ന് പറഞ്ഞ് മോളോട് ബായ് പറഞ്ഞ് പ്രസിഡന്റ് കോള് കട്ട് ചെയ്യുന്നു. കോള് കട്ട് ചെയ്യുന്നതും പ്രസിഡന്റ് ലീനയോട് നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നേ? നെക്സ്റ്റ് ടൈം വരുമ്പോ ഡോർ നോക്ക് ചെയ്തിട്ട് വേണം കയറി വരാൻ, മോശം സിറ്റുവേഷനിലേക്കാണ് നീ എന്നെ തള്ളിവിടുന്നത് എന്ന് പറയുന്നു. ലീന ഞാൻ നല്ല ഹാപ്പിയാണ്, അതുകൊണ്ട് തന്നെ നീയുമായിട്ട് ആർഗ്യൂ ചെയ്യാൻ എനിക്ക് തീരെ താല്പര്യമില്ല. ഈ കാര്യം കേട്ടിട്ട് നീ എങ്ങനെയാ എന്നോട് താങ്ക്സ് പറയാൻ പോകുന്നേന്ന് പറ. ബോക്സുവിനെ വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ ഒരാളെ കണ്ടെത്തിയിട്ടുണ്ട്, അവനെ വിൽക്കേണ്ട കാര്യം നീ ചിന്തിക്കുന്ന പോലുമില്ല, സോ ആ ഒരു തീരുമാനം അങ്ങ് വേഗത്തിലാക്കാൻ ഞാൻ തീരുമാനിച്ചു എന്ന് പറയുന്നത് കേട്ട് പ്രസിഡന്റ് എന്തൊക്കെ പറഞ്ഞാലും ബോക്സു ഞങ്ങളുടെ കീ പെർഫോമേഴ്സിൽ ഒരാളാണ്, അവന് പെട്ടെന്ന് അങ്ങോട്ട് വിൽക്കുക എന്നൊക്കെ പറയുമ്പോൾ അതെങ്ങനെയാ ശരിയാവുക എന്ന് ചോദിക്കുന്നു. ഇവരുടെ ഈ സംസാരം ഡയറക്ടർ ഡൂ കേൾക്കുന്നുണ്ട്. സോ വൈസ് പ്രസിഡന്റ് ലീന ഇത് നിന്നെ ഒരുപാട് പ്രശ്നത്തിലാക്കും എന്ന് പറഞ്ഞ് ഡയറക്ടർ ഡൂ അങ്ങോട്ട് വരുന്നു. ഇതെല്ലാം നിന്റെ ജോലിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് ഡയറക്ടർ ഡൂ പറയുന്നു. നമ്മുടെ കമ്പനിയുടെ ടാലന്റിന്റെ പ്രശ്നത്തിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്, അത് എന്റെ ജോലിയാണ്, അത് എങ്ങനെയാ എന്റെ ജോലി ആവാതിരിക്കുന്നത് എന്ന് ലീന ചോദിക്കുന്നു. ഡയറക്ടർ ഡൂ ഇത് ഞാൻ പ്രസിഡന്റുമായിട്ട് സംസാരിച്ച കാര്യമാണ്, എന്റെ ഒരു അഭിപ്രായത്തിൽ ഇത് വേണ്ടാന്നാണ് എനിക്ക് തോന്നുന്നത്. ബോക്സു ഇപ്പൊ പ്രശ്നത്തിലാണ്, അവന് ഫാൻസും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ഇപ്പൊ അവനെ വിറ്റിട്ടുണ്ടെങ്കിൽ നമുക്ക് നഷ്ടം മാത്രമായിരിക്കും സംഭവിക്കുക, നമ്മൾ അവന്റെ മേലെ ഇത്രയും കാലം സ്പെൻഡ് ചെയ്തതെല്ലാം വേസ്റ്റ് ആവും എന്ന് ഡയറക്ടർ ഡൂ പറയുന്നു. ലീന പറയുന്നത് ഡയറക്ടർ ഡൂവും കേൾക്കുന്നില്ല, ഡയറക്ടർ ഡൂ പറയുന്നത് ലീനയും കേൾക്കുന്നില്ല. ഇതൊക്കെ കേട്ടോണ്ടിരിക്കുന്ന പ്രസിഡന്റ് എഴുന്നേറ്റ് നിങ്ങൾ രണ്ടുപേരും ഒന്ന് സമാധാനപ്പെടും, നമ്മളെല്ലാവരും കമ്പനിയുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് എല്ലാം ചെയ്യുന്നത്, ബോക്സുവിന്റെ കാര്യം നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം എന്ന് പറയുന്നു. ഇവിടെ ഷെൻഷൻ ഇപ്പോഴും ബോക്സുവിനെ തിരഞ്ഞു നടക്കുവാണ്. ഒരു നൈറ്റ് ക്ലബിലേക്ക് കയറാൻ നിൽക്കുന്ന സമയത്ത് സെക്യൂരിറ്റി
പേരില്ലാത്തത് കാരണം ഷെൻഷനകത്തേക്ക് കയറ്റിയിടാൻ പറ്റില്ല എന്ന് പറയുന്നു. അപ്പോഴാണ് ബോക്സുവിന്റെ ക്ലാസ്മേറ്റിനെ കാണുന്നത്. ഷെൻഷൻ, ഫൈനലി എനിക്ക് അറിയുന്ന ഒരാളെ കണ്ടു. ഞാൻ ബോക്സുവിനെ തെരഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. അവൻ ഉള്ളിലുണ്ടോ എന്ന് ചോദിക്കുന്നു. ക്ലാസ്മേറ്റ്, ബോക്സ് ഉള്ളിലല്ലോ, അവൻ വന്നിട്ടില്ല. നീ എന്റെ കൂടെ ഡ്രിങ്ക് ചെയ്യുന്നോ എന്ന് ചോദിക്കുന്നു. എന്നാൽ ഷെൻഷൻ ഇല്ല എന്ന് പറഞ്ഞ് അവിടുന്ന് പോകുന്നു. ഇവിടെ സീറു ഒരു പാർട്ടിയിൽ പാടിക്കൊണ്ടിരിക്കുവാണ്. യുവാങ് ഷെൻഷനെ വിളിച്ചിട്ട്, നീ ഇപ്പൊ എവിടെയാ, എനിക്കൊരു ഉപകാരം ചെയ്യുമോ? ഫാർമസിയിൽ പോയിട്ട് ആന്റിസെപ്റ്റിക്കും പഞ്ഞിയും വാങ്ങിയിട്ട് വരുമോ? സീറുവിന് ചെറുതായിട്ട് സ്ക്രാച്ച് പറ്റി. ചെറുതായിട്ടേ ഉള്ളൂ, എന്നാലും ഇൻഫെക്ഷൻ ഒന്നും വരാൻ പാടില്ലല്ലോ. ഞാൻ നല്ല ബിസിയാ, അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ ഈ കാര്യം നിന്നോട് പറയുന്നത് എന്ന് പറയുന്നു. ഷെൻഷൻ അത് കേൾക്കുമ്പോൾ തന്നെ ഞാൻ വരാന്ന് പറഞ്ഞിട്ട് ഓടുന്നു. പെർഫോമൻസ് കഴിഞ്ഞതിന് ശേഷം ഷെൻഷൻ സീറുവിന് മരുന്ന് വെച്ച് കൊടുക്കുന്നു. എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല, എല്ലാവരും പൊക്കോ എന്ന് പറഞ്ഞ് സീറു എല്ലാവരെയും പറഞ്ഞയക്കുന്നു. ഷെൻഷൻ, നീ എന്തായാലും ഹോസ്പിറ്റലിൽ പോണം. എങ്ങനെയാ നിനക്ക് മുറിവായേ എന്ന് ചോദിക്കുന്നു. കുറച്ച് സാധനങ്ങൾ എടുക്കാൻ വേണ്ടി ഒരാളെ ഒന്ന് സഹായിച്ചതാ, പക്ഷെ എന്റെ പുറകിലുണ്ടായിരുന്ന അയൺ ഷെൽഫ് ഞാൻ കണ്ടില്ല, അതിൽ പോയി തട്ടി അങ്ങനെ കാല് മുറിഞ്ഞു എന്ന് സീറു പറയുന്നു. ഷെൻഷൻ, നിനക്കൊന്ന് ശ്രദ്ധിച്ചൂടെ, ഇനിയെങ്കിലും ശ്രദ്ധിച്ച കാര്യങ്ങൾ ചെയ്യേ എന്ന് പറഞ്ഞ് അവൾ മുറിവ് ഡ്രസ് ചെയ്യുന്നു. സീറു അവളോട് താങ്ക്സ് പറയുന്നു. എല്ലാവരും സംസാരിച്ചിരിക്കുമായിരുന്നു, നീ മാത്രമാണ് എന്റെ പാട്ട് കേട്ടത് എന്ന് പറയുന്നു. ഡ്രസ് ചെയ്ത് കഴിയുമ്പോൾ സീറു പിന്നെയും അവളോട് താങ്ക്സ് പറയുന്നു. ഇപ്പൊ ഞാൻ ഡാൻസ് കളിക്കാൻ ഓക്കെ ആയി, ഇതുപോലും സഹിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്നെയൊക്കെ പിന്നെ എന്തിനാ പറ്റുക എന്ന് സീറു പറയുന്നു. ഇപ്പൊ ബിൻ അങ്ങോട്ടേക്ക് വരുന്നു. നിനക്ക് എങ്ങനെയുണ്ട് എന്ന് സീറുവിനോട് ചോദിച്ചിട്ട് നോക്കുന്നത് തന്നെ ഷെൻഷനെയാണ്. ബിൻ, ബോക്സു കാരണമാണോ നീ നേരം വൈകിയേ, നേരത്തെയൊക്കെ വരണ്ടേ എന്ന് പറഞ്ഞ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ബോക്സു അവന്റെ അപ്പാർട്ട്മെന്റിലേക്ക് വരുന്നു. ലൈറ്റ് ഇടുമ്പോ തന്നെ കാണുന്നത്, നീ ഇത് നോക്കൂന്ന് എനിക്കറിയാം, ഒരു സർപ്രൈസ് ഉണ്ട്, വെയിറ്റ് ചെയ്യേ എന്ന് പറഞ്ഞ് ഒരു സ്റ്റിക്കി നോട്ട് എഴുതി വെച്ചിരിക്കുന്നതാണ്. അത് ഷെൻഷന്റെ പണിയായിരിക്കും എന്ന് അറിയുന്നത് കൊണ്ട് തന്നെ അവനത് കാര്യമാക്കാതെ വരുന്നു. പിയാനോയിലും ഇവിടെ ഭയങ്കര കുഴപ്പമാണ്, ദേഷ്യം ഒരുപാടുള്ള ആളാണ് ഞാൻ. ഇത് എന്റെ ദേഷ്യം മാറ്റാൻ വേണ്ടി ഞാൻ കണ്ടുപിടിച്ച വഴിയാണ്. സോ ഇത് കണ്ട് ഇനി നീ ദേഷ്യപ്പെടണ്ട, അതിനു പകരം എന്നെ കോൾ ചെയ്യേ എന്നാണ് അവൾ എഴുതിയിരിക്കുന്നത്. ടേബിളിലാണെങ്കിലോ ഞാൻ എല്ലാ സാധനങ്ങളും പ്രോപ്പർട്ടി മാനേജ്മെന്റ് സെന്ററിൽ നിന്ന് എടുത്തിട്ടുണ്ട്, അതെല്ലാം നിനക്ക് വേണമെന്നാണെങ്കിൽ നീ എന്നെ കോൾ ചെയ്യേ എന്ന് എഴുതിയിട്ടുണ്ട്. ഫ്രിഡ്ജിൽ എനിക്കറിയാൻ പാടില്ല നീ എന്നാ വരുവാന്ന്, എന്തായാലും ഞാൻ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്തിട്ടുണ്ട്, വല്ല വിശപ്പോ ദാഹോ എന്തേലും ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണം എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഇത് വായിച്ച് ബോക്സു, എനിക്ക് ഫുഡ് ഓർഡർ ചെയ്യാൻ അറിയാം എന്ന് പറഞ്ഞ് സ്റ്റെയർ കയറുന്നു. എന്നിട്ട് പിന്നെ ഇറങ്ങിയിട്ട്, ഞാൻ വാട്ടർ പ്യൂരിഫിക്കേഷൻ സിസ്റ്റം ഓഫ് ചെയ്തിട്ടുണ്ട്, നമ്മൾ കറണ്ട് സേവ് ചെയ്യണം, നിനക്ക് സ്വിം ചെയ്യണം എന്നാണെങ്കിൽ എന്നെ വിളിക്ക് എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. ബോക്സു, നീ എന്താ വിചാരിച്ചേ, നീ ഇല്ലെങ്കിൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാ എന്ന് പറഞ്ഞ് അടുത്ത സ്റ്റിക്കി നോട്ട് വായിക്കുന്നു. ഞാനത് റീസെറ്റ് ചെയ്തിട്ടുണ്ട്, സോ നിനക്കത് തുറക്കാൻ പറ്റില്ല, എന്റെ ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ നീ എന്നെ വിളിക്ക് എന്നാണ് അതിൽ എഴുതിയിട്ടുള്ളത്. ഇതും വായിച്ച് ബോക്സ് പോകുന്നു. ഇതെല്ലാം എഴുതി വെച്ച ഷെൻഷൻ സീറുവിന്റെ പെർഫോമൻസ് കണ്ടുകൊണ്ടിരിക്കുവാണ്. ഇതിന്റെ ഇടയിൽ ബോക്സ് ഷെൻഷൻ ഒരുപാട് വിളിക്കുന്നുണ്ട്, പക്ഷെ കിട്ടുന്നില്ല. അവള് കോൾ എടുക്കാത്തത് കാരണം അവൻ അത് കട്ട് ചെയ്യുന്നു. നേരെ പോയി സോഫയിൽ ഉണ്ടായിരുന്ന ഒരു പേപ്പർ എടുക്കുന്നു. അതില് റിപ്പോർട്ടേഴ്സിന്റെ അടുത്ത് വിടാതെ സൂക്ഷിക്കണം, പെട്ടെന്ന് എന്നെ വിളിക്ക് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഇപ്പൊ പെർഫോമൻസ് കഴിഞ്ഞ് എല്ലാവരും ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുവാണ്. ഷെൻഷൻ ഡ്രിങ്ക് ചെയ്യുന്നത് കണ്ടിട്ട്, നീ കുടിക്കാൻ തുടങ്ങിയോ, നീ ഇതുവരെ കുടിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ, പിന്നെ ഇതെന്താ എന്ന് യുവാൻ ചോദിക്കുന്നു. ഷെൻഷൻ, ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം ഇപ്പൊ കുടിക്കുന്നത് എന്ന് പറയുമ്പോ ബിൻ, രണ്ടാമത്തെ പ്രാവശ്യമോ, അപ്പൊ ഫസ്റ്റ് ടൈം എപ്പോഴാ എന്ന് ചോദിക്കുന്നു. അവളന്ന് നൈറ്റ് ക്ലബ്ബിൽ വെച്ചിട്ട് ബോക്സുവിന്റെ കൂടെ ഡ്രിങ്ക് ചെയ്തത് ആലോചിച്ച്, അത് ഞാനൊരു ഫ്രണ്ടിന്റെ കൂടെ കുടിച്ചതായിരുന്നു എന്ന് പറയുന്നു. അവള് കുടിച്ചത് കണ്ടിട്ട് സീറോവും കുടിക്കാൻ നിൽക്കും. പിന്നെ അപ്പോ, നീ ഇതുവരെ കുടിച്ചിട്ടില്ലല്ലോ എന്ന് പറയുന്നു. അവൻ നിന്റെ കൂടെ ഡ്രിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്, നീ എന്താ കുടിക്കാത്ത എന്ന് ഷെൻഷനോട് യുവാൻ ചോദിക്കുന്നു. എല്ലാവരും അവരെ സപ്പോർട്ട് ചെയ്യുന്നത് കാരണം രണ്ടുപേരും ഒരുമിച്ച് കുടിക്കുന്നു. ബിൻ, നീ ബോക്സ് കാരണം ഒരുപാട് അനുഭവിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഇങ്ങോട്ട് വരുന്നതിനെ പറ്റി നിനക്കൊന്ന് ചിന്തിച്ചൂടെ എന്ന് ചോദിക്കുന്നു. ഇത് കേട്ട യുവാൻ, നിങ്ങളൊക്കെ എന്താ പറയുന്നത്, ഞാൻ എത്ര പ്രാവശ്യം ഈ കാര്യം അവളോട് പറഞ്ഞു എന്നറിയോ, പക്ഷേ അവളത് കേട്ടില്ല, പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ അല്ലേ സീറു എന്ന് ചോദിക്കുമ്പോ സീറു, അവൾക്ക് അവന്റെ മോശ സമയത്ത് ഇട്ടിട്ട് വരാൻ പറ്റില്ല, അതുകൊണ്ടായിരിക്കും എന്ന് പറയുന്നു. പിന്നെ എല്ലാവരുടെയും സംസാരം ബോക്സുവിനെ കുറിച്ചാവുന്നു. അതിലൊരു ഗേള്, നീ ബോക്സുവിന്റെ അസിസ്റ്റന്റ് അല്ലേ, അവൻ എങ്ങനെയാ ഇത്രയും സക്സസ്ഫുൾ ആയേ എന്ന് ചോദിക്കുന്നു. എല്ലാവരും പറയുന്നത് അവന്റെ അച്ഛന്റെ പണം കൊണ്ടാണെന്നാണ്, പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് അവൻ അവന്റെ ഹാർഡ് വർക്ക് കൊണ്ടാണ് ഇവിടെ വരെ എത്തിയിട്ടുള്ളത്. അവൻ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാറുണ്ട്, അതാണ് അവന്റെ സക്സസിന്റെ കാരണവും എന്ന് ഷെൻഷൻ പറയുന്നു. എല്ലാവരും നല്ല എൻജോയ് ചെയ്ത് ഡിന്നർ കഴിക്കുകയും ചെയ്യുന്നു. ഷെൻഷൻ വീട്ടിലെത്തിയതിനു ശേഷമാണ് ഫോൺ എടുത്ത് നോക്കുന്നത്. ബോക്സുവിന്റെ മിസ് കോൾ ആണ് അവൾ ആദ്യം കാണുന്നത്. സോറി, ഞാൻ കുറച്ച് ബിസി ആയി പോയി, ഞാൻ നിന്നെ നാളെ തിരിച്ചു വിളിച്ചാൽ മതിയോ എന്ന് ചോദിച്ച് അവളൊരു വോയിസ് മെസ്സേജ് അയക്കുന്നു. പിറ്റേ ദിവസമാണ് ബോക്സു ഈ മെസ്സേജ് കാണുന്നത്. അതിന് റിപ്ലൈ ഒന്നും കൊടുക്കാതെ അവൻ ഫോണിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ബോക്സുവിന്റെ ഒരുപാട് ബിൽ ബോർഡ്സ് അഡ്വാൻസ് ആയിട്ട് തിരിച്ചെടുക്കുവാണ് എന്നുള്ളൊരു ന്യൂസ് കാണുന്നത്. ഈ ന്യൂസ് കണ്ട് അവൻ ഷോക്ക് ആവുന്നു. ഇപ്പൊ ബോക്സു മാസ്ക് ഒക്കെ വെച്ച് സ്ട്രീറ്റിലൂടെ നടക്കുവാണ്. ഈ സമയത്ത് അവൻ അവന്റെ ഫ്ലെക്സ് മാറ്റുന്നത് കാണുന്നു. അത് ചെയ്യുന്ന വർക്കറിനോട്, നിങ്ങൾ എന്തിനാ ഇതൊക്കെ എടുക്കുന്നേ എന്ന് ചോദിക്കുന്നു. വർക്കർ, ഞങ്ങൾക്ക് ഓർഡർ കിട്ടി, അതുകൊണ്ടാണ് മാറ്റുന്നത്, ഈ സെലിബ്രിറ്റി എന്തൊക്കെയോ പ്രശ്നത്തിലാണെന്ന് തോന്നുന്നു, അതുകൊണ്ട് തന്നെ പ്രൊഡക്ട്സ് ഒന്നും അങ്ങനെ വിറ്റു പോകുന്നില്ല എന്ന് പറയുന്നു. ബോക്സ് താങ്ക്സ് പറഞ്ഞ് അവിടുന്ന് പോകുന്നു. അവൻ പോയ പാടെ കൂടെയുള്ള വർക്കർ, ഇവനെയും ഈ സെലിബ്രിറ്റിയെയും തമ്മിൽ എന്തോ ഒരു ബന്ധമുള്ള പോലെയല്ലേ, ഒരേപോലെയില്ലേ കാണാൻ എന്ന് ചോദിക്കുന്നു. എന്തോ നീ അത് ശ്രദ്ധിക്കാതെ വർക്ക് ചെയ്യേ എന്നാ വർക്കർ പറയുന്നു. ഇവിടെ ഷെൻഷൻ ഡയറക്ടർ ഡൂവിന്റെ ഓഫീസിലാണ്. ഡയറക്ടർ ഡൂ ഒരു പാട്ട് കേൾക്കുവാണ്. ഷെൻഷനും അത് ആസ്വദിച്ച് കേൾക്കുന്നു.
ആ പാട്ട് കഴിയുന്നതും ഡയറക്ടർ ഡു ഷെൻഷനോട് ആ പാട്ടിനെ കുറിച്ചുള്ള അഭിപ്രായം ചോദിക്കുന്നു. ഷെൻഷൻ ഈ സിംഗറിന്റെ സൗണ്ട് നന്നായിട്ടുണ്ട്, പക്ഷേ ചില ട്യൂൺസ് ഒക്കെ വരുമ്പോൾ അവൾ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നു. ഡയറക്ടർ ഡു ഇത് എന്റെ തന്നെ സോങ് ആണ്, എന്റെ മ്യൂസിക് ടീച്ചറും നീ പറഞ്ഞ ഈ കാര്യം തന്നെയായിരുന്നു എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും മ്യൂസിക്കിനെ കറക്റ്റ് ആയിട്ട് ജഡ്ജ് ചെയ്യാൻ നിന്നെ കൊണ്ട് പറ്റുന്നുണ്ട് എന്ന് പറയുന്നു. ഡയറക്ടർ ഡു നല്ലൊരു ഉദ്ദേശത്തോടു കൂടെ പറഞ്ഞതായിരുന്നെങ്കിലും ഷെൻഷൻ മനസ്സിൽ അയ്യോ ഇവരുടെ സോങ്ങിന് തന്നെ ഞാൻ പോയി അഭിപ്രായം പറഞ്ഞല്ലോ, ഇപ്പൊ ഇനി എന്തായാലും എന്നെ ഫയർ ചെയ്യും എന്ന് ചിന്തിച്ച് എഴുന്നേറ്റ് നിന്ന് സോറി എനിക്ക് ബോക്സുവിനെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്ന് പറയുന്നു. ഡയറക്ടർ ഡു ബോക്സു ഇപ്പൊ നമുക്ക് വലിയ കാര്യമൊന്നുമല്ല, ഞാൻ നിന്നോട് സീറോവിനെ പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു വിളിച്ചത്. മിസ്റ്റർ ചങ്ങാണ് എന്നോട് പറഞ്ഞത് നിങ്ങൾ രണ്ടുപേരും നല്ല ഫ്രണ്ട്സ് ആണെന്ന്. സീറോന്റെ കരിയർ ബ്ലൂം കമ്പനിയിൽ എങ്ങനെയാ പോകുന്നത് എന്ന് ചോദിക്കുന്നു. ബ്ലൂം കമ്പനി വലിയൊരു കമ്പനിയൊന്നും അല്ല, പക്ഷേ സീറോനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരവരുടെ മാക്സിമം ശ്രമിക്കുന്നുണ്ട് എന്ന് ഷെൻഷൻ പറയുന്നു. ഡയറക്ടർ ഡു അതുപോലുള്ള കമ്പനിയിലൊക്കെ നിന്ന സീറോവിന് കരിയർ ഗ്രോത്ത് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്, അതുകൊണ്ട് നീ അവനെ നമ്മുടെ കമ്പനിയിലേക്ക് സൈൻ ചെയ്യിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കണം എന്ന് പറയുന്നു. സീറോ നമ്മുടെ കമ്പനിയിൽ വന്ന് സൈൻ ചെയ്ത ബോക്സുവിന്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് ഷെൻഷൻ ചോദിക്കുന്നു. ബോക്സു ഇനി നമ്മുടെ കമ്പനിയുടെ മെയിൻ ആർട്ടിസ്റ്റ് ആയിരിക്കില്ല, അവന്റെ പബ്ലിക് ഇമേജ് പോയാൽ അവന്റെ അസിസ്റ്റന്റ് എന്ന നിലയ്ക്ക് നിന്റെ നിലനിൽപ്പും ക്വസ്റ്റ്യൻ മാർക്കായിരിക്കും. സോ സീറോവിനെ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യിപ്പിച്ചാൽ നിന്റെ പ്രൈസ് നിനക്ക് പറയാം എന്ന് ഡയറക്ടർ ഡു പറയുന്നു. ഷെൻഷൻ ഉടനെ അപ്പൊ ബോക്സുവിനെ വിൽക്കാൻ പോവാണോ എന്ന് ചോദിക്കുന്നു. കമ്പനി ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ തീരുമാനിച്ചിട്ടില്ല, നീ എന്തായാലും സീറോവിനെ കോൺസെൻട്രേറ്റ് ചെയ്യേ എന്ന് ഡയറക്ടർ ഡു പറയുന്നു. ബോക്സു ഇവിടെ ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുവാണ്. അവിടെ രണ്ട് ഗേൾസ് അവനെ കുറിച്ച് സംസാരിക്കുന്നത് അവൻ കേൾക്കുന്നു. ആ ആർട്ടിസ്റ്റിനെ ഇപ്പൊ ബാൻ ചെയ്തു എന്ന് തോന്നുന്നു, എവിടെയോ അവനെ കാണാൻ പറ്റുന്നില്ല എന്ന് ഒരു ഗേള് പറയുന്നു. എല്ലാം നെഗറ്റീവ് ഇൻഫ്ലുവൻസ് കാരണമാണ്, സെലിബ്രിറ്റീസ് അവരുടെ ഫെയിമിനെ കുറിച്ച് ചിന്തിക്കാറില്ല, ഒരുപാട് ന്യൂസ് വരുന്നത് അവർക്ക് പേടിയാണ്. അന്ന് ആ ആക്ട്രസും ബോക്സും തമ്മിലൊരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നില്ലേ, അത് സത്യമാണോ എന്ന് ഒരു ഗേൾ ചോദിക്കുന്നു. ഒരു 90% സത്യമായിരിക്കും എന്ന് മറ്റേ ഗേൾ റിപ്ലൈ കൊടുക്കുന്നു. ഇതെല്ലാം കേട്ട് ബോക്സ് അവർ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുവാണ്. തന്നെ അവർ ശ്രദ്ധിച്ചു എന്ന് അറിയുന്നതും ബോക്സ് പെട്ടെന്ന് ശ്രദ്ധ മാറ്റുന്നു. ആ ഗേള് നീ ആ മാസ്ക് ഇട്ടാളെ നോക്ക്, ഇപ്പൊ സ്വന്തം സെലിബ്രിറ്റി ആണെന്ന് പറഞ്ഞുകൊണ്ടാ ഓരോരുത്തന്മാരും കറങ്ങി നടക്കുന്നത് എന്ന് പറഞ്ഞ് കളിയാക്കി ചിരിക്കുന്നു. ഇവിടെ ഷെൻഷൻ സീറോവിനെ കാണാൻ വേണ്ടി ബ്ലൂം കമ്പനിയിലേക്ക് വന്നിരിക്കുവാണ്. അവന്റെ കാലിന്റെ കാര്യമൊക്കെ ചോദിച്ച് കോൺട്രാക്റ്റിനെ കുറിച്ച് ഷെൻഷൻ സംസാരിക്കാൻ നിൽക്കുന്ന സമയത്ത് തന്നെ ബ്ലൂം കമ്പനിയുടെ ബോസ് അവരുടെ അടുത്തേക്ക് വരുന്നു. എന്നിട്ട് സീറോവിനോട് നിന്നോട് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നു, സോ നീ വായെന്ന് ബോസ് സീറോവിനോട് പറയുന്നു. സീറോ ഷെൻഷനോട് ബായ് പറഞ്ഞ് അവിടുന്ന് പോകുന്നു. ഷെൻഷൻ സാഡായിട്ട് നടന്നു വരുവാണ്. യുയാങ് അവളോട് നീ സീറോവിനെ കണ്ട് സംസാരിച്ചോ എന്ന് ചോദിക്കുന്നു. എവിടെന്ന്? അതിനു മുന്നേ നിങ്ങളുടെ ബോസ് വന്നിട്ട് സീറോവിനെ വിളിച്ചോണ്ട് പോയി എന്ന് ഷെൻഷൻ പറയുന്നു. യുയാങ് അങ്ങനെയാണോ, എനിക്ക് കുറച്ച് പണിയുണ്ട് എന്ന് പറഞ്ഞ് അവൾ അവളുടെ വർക്ക് ചെയ്യുന്നു. ഷെൻഷൻ ഫോൺ നോക്കി അങ്ങോട്ടേക്ക് പോയിട്ട് ബോക്സുവിന്റെ ഫോൺ വർക്ക് ചെയ്യുന്നില്ലാവോ, സാധാരണ സീറോവിനെ കാണാൻ ഞാൻ പോകുന്ന സമയത്താണ് അവൻ എപ്പോഴും എന്നെ വിളിക്കാറുള്ളത്, പക്ഷേ ഇന്ന് അവൻ അങ്ങനെ ചെയ്തില്ല എന്ന് ഷെൻഷൻ പറയുന്നു. യുവാന് നീ ഇപ്പോ ഇവിടെ ഒരാൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമല്ലേ, ആ സമയത്താണോ നീ വേറൊരാളെ പറ്റി ചിന്തിക്കുന്നത്, ഇത് നല്ലതല്ല, നിനക്ക് രണ്ടുപേരും നഷ്ടപ്പെടും എന്ന് പറയുന്നു. ഇവിടെ ബോക്സു സ്ട്രീറ്റിൽ ഒരു സിംഗർ പാടുന്നത് കേട്ടോണ്ട് നിൽക്കുവാണ്. അപ്പൊ അവന് ആ പാട്ട് എങ്ങനെയുണ്ട്, ഒരു വഴിയും ഇല്ലെങ്കിൽ നിനക്ക് ഇതുപോലെ വന്ന് പാടാം എന്ന് ഷെൻഷൻ പറയുന്നത് പോലെ തോന്നുന്നു. ഈ പാട്ട് കേട്ടോണ്ടിരിക്കുന്നവര് പേ ചെയ്യാതെ പോകുന്നുണ്ട്. അപ്പൊ ഷെൻഷൻ നീ എന്താ ഇങ്ങനെ നിൽക്കുന്നേ, അവന് പണം കൊടുക്ക്, നിന്നെ എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല, $800 ഗ്ലാസ് വാങ്ങാൻ നിന്നെ കൊണ്ട് പറ്റുന്നുണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ടാ നീ ഈ പാട്ട് ഫ്രീ ആയിട്ട് കേട്ടോണ്ട് നിൽക്കുന്നേ എന്ന് ഷെൻഷൻ പറയുന്നത് പോലെ അവന് തോന്നുന്നു. ബോക്സു അങ്ങോട്ടേക്ക് പോയിട്ട് മാസ്ക് ഒക്കെ അഴിച്ച് മൈക്ക് എടുത്ത് പാടാൻ തുടങ്ങുന്നു. ഷെൻഷൻ അവിടെ ഉള്ളതുപോലെ വിചാരിച്ചിട്ട് അവൻ സിംഗ് ചെയ്യുന്നു. ബോക്സു പാട്ട് പാടി തീരാറാവുമ്പോഴേക്ക് അവിടെ ഒത്തിരി പേര് വരും. ബോക്സു പാടിക്കഴിഞ്ഞ് മൈക്ക് കൊടുക്കുന്ന സമയത്ത് സ്ട്രീറ്റ് സിംഗർ അവനോട് നിങ്ങൾ സൂപ്പർ സ്റ്റാർ അല്ലേ എന്ന് ചോദിക്കുന്നു. ആ സൂപ്പർ സ്റ്റാർ ഞാനല്ല എന്ന് പറഞ്ഞ് ബോക്സു ആൾക്കൂട്ടത്തിന്റെ ഇടയിലൂടെ പോകുന്ന സമയത്ത് എല്ലാവരും സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞ് അവന് ചിയർ ചെയ്യുന്നു. സീറോ നൈറ്റ് പ്രാക്ടീസ് റൂമിലേക്ക് വരുന്ന സമയത്താണ് ഷെൻഷൻ അവനെ വെയിറ്റ് ചെയ്തിട്ട് ഇപ്പോഴും അവിടെ ഇരിക്കുന്ന കാര്യം അവൻ അറിയുന്നത്. നീ ഇപ്പോഴും എന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നോ, നല്ല തണുപ്പുണ്ടാവും എന്ന് പറഞ്ഞ് സീറോ അവന്റെ ഷർട്ട് ഷെൻഷന് പുതപ്പിച്ചു കൊടുക്കുന്നു. ഷെൻഷൻ എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫുഡ് കഴിച്ചുകൊണ്ട് സംസാരിക്കാം എന്ന് സീറോ പറയുന്നു. ബോക്സും ഇവിടെ ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോഴും ഷെൻഷൻ അടുത്തുള്ളത് പോലെയാണ് അവന് തോന്നുന്നത്. എനിക്ക് ഇത് ഇഷ്ടമാണ്, അത് ഇഷ്ടമാണ്, ഇത് വേണം, അത് വേണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഓർഡർ കൊടുക്കുന്നത് കണ്ട് ബോക്സു അവളോട് ഫ്രീ മീൽ ആണെന്ന് വിചാരിച്ചിട്ടാണോ നീ ഇങ്ങനെ ഓർഡർ ചെയ്യുന്നേ, നിനക്ക് തീരെ മാനേഴ്സ് ഇല്ലേ എന്നവൻ ചോദിക്കുന്നു. ഷെൻഷൻ ഞാൻ എന്ത് ചെയ്യാനാ, എന്റെ ബോസ് എന്നെ ഡിന്നറിനൊന്നും കൊണ്ടുപോകാറില്ല, സോ എനിക്ക് മാനേഴ്സിനെ കുറിച്ച് ഒരു കാര്യവും അറിയില്ല, അതുകൊണ്ട് ഇതൊരു നല്ല ചാൻസ് ആണല്ലോ എന്ന് പറയുന്നത് കേട്ട് ബോക്സ് ചിരിക്കുന്നു. നീ ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള അസിസ്റ്റന്റ് അല്ലേ, എന്നിട്ടും നിനക്ക് എങ്ങനെയാ ഫുഡ് ഓർഡർ ചെയ്യേണ്ടതെന്നൊന്നും അറിയത്തില്ലേ എന്ന് ബോക്സ് ചോദിക്കുന്നു. ഇത് കേട്ട് നിങ്ങൾ ഇതെല്ലാം എന്നോടാണോ ചോദിക്കുന്നത് എന്ന് വെയിട്രസ് ചോദിക്കുന്നു. ഇപ്പോഴാണ് ബോക്സു ബോധമണ്ഡലത്തിലേക്ക് തിരിച്ചു വരുന്നത്. ഓക്കെ ഞാൻ ഇപ്പൊ ഓർഡർ തരാം എന്ന് പറഞ്ഞ് അവന് ഓർഡർ കൊടുക്കുന്നു. ഇവിടെ സീറോയും ഷെൻഷനും ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുവാണ്. ഷെൻഷൻ ഡയറക്ടർ ഡൂവിനും മിസ്റ്റർ ചങ്ങനും നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് കമ്പനിയിലേക്ക് വിളിക്കുന്നത് എന്ന് പറയുന്നു. നിനക്കോ എന്ന് സീറോ ചോദിക്കുന്നു. ഞാനും നിന്നെ അഡ്മയർ ചെയ്യുന്നുണ്ട് എന്ന് ഷെൻഷൻ പറയുന്നു. സീറോ ചിരിക്കുന്നു.
നീ എന്റെ അസിസ്റ്റന്റ് ആവുന്നതിനെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താ? ബോക്സു എന്തായാലും അധികകാലം ഉണ്ടാവാനുള്ള സാധ്യതയില്ല. അവൻ കമ്പനിയിൽ നിന്ന് പോകുവാണെങ്കിൽ നീയും കൂടെ ഉണ്ടാവോ എന്ന് ചോദിക്കുന്നു. നിന്നോട് ഇതൊക്കെ ആരാ പറഞ്ഞേ എന്ന് ഷെൻഷൻ ചോദിക്കുമ്പോൾ ഞാൻ ഗസ് ചെയ്തതാ. സ്റ്റാർ എന്റർടൈൻമെന്റ് എനിക്കൊരു കോൺട്രാക്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിലെ ചില കണ്ടീഷൻസ് എനിക്ക് പിടിക്കാത്തത് കാരണമായിരുന്നു ഞാൻ ബ്ലൂമുമായിട്ട് സൈൻ ചെയ്തത്. പിന്നെ അവർ വേറൊരു കോൺട്രാക്ട് കൊണ്ടുവന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ മോഡിഫൈ ചെയ്യാം എന്നായിരുന്നു അവർ എന്നോട് പറഞ്ഞത്. പക്ഷേ ഞാനത് ചെയ്തില്ല. ഞാൻ ഇപ്പോഴും ഞാൻ തന്നെയാണ്. സ്റ്റാർ എന്റർടൈൻമെന്റ് വീണ്ടും എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ചെയ്തത് എന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് ഒരു കാര്യമാണ് മനസ്സിലായത്. അതിന്റെ കാരണം ബോക്സു ആണ്. സ്റ്റാർ എന്റർടൈൻമെന്റിന് ഇപ്പൊ അർജന്റ് ആയിട്ടൊരു സിംഗറിനെ വേണം. അവന്റെ പകരം അവരുടെ കണ്ണിൽ ഞാനായിരിക്കും ബെസ്റ്റ് സിംഗർ. സോ നിങ്ങളുടെ കമ്പനി എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യും അല്ലേ എന്ന് സീറു ചോദിക്കുന്നു. ഇതൊക്കെ ബിസിനസ് സീക്രട്ട് ആണ്, ഇതൊന്നും പറയാൻ പറ്റില്ല എന്ന് ഷെൻഷൻ പറയുന്നു. സീറു, സത്യത്തിൽ നീ എന്റെ ഏജന്റ് ആവണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് എന്ന് പറയുന്നു. ഷെൻഷൻ, നിന്റെ ഏജന്റ് ആവാൻ എനിക്ക് 100% സമ്മതമാണ്. പക്ഷേ ബോക്സു എന്ന് പറയുമ്പോൾ സീറു, അറിയാം അവന്റെ ഹാർഡ് ടൈമിൽ നിനക്ക് അവനെ വിട്ടു വരാൻ പറ്റില്ല എന്ന്. സത്യത്തിൽ ബോക്സ് ഭയങ്കര ലക്കിയാണ്. എനിക്കും നിന്നെ പോലെ ഒരാളെ മീറ്റ് ചെയ്യണം എന്ന് സീറു പറയുന്നു. ഷെൻഷൻ, പക്ഷെ അവനത് മനസ്സിലാവുന്നില്ലല്ലോ. അവൻ എന്നെ ശ്രദ്ധിക്കുന്ന പോലുമില്ല. എല്ലാ ദിവസവും എനിക്ക് പ്രഷർ തന്നുകൊണ്ടിരിക്കുവാണ്. ഞാൻ ഇന്ന് അവനെ ഒരുപാട് തവണ വിളിച്ചു, പക്ഷെ അവൻ കോൾ എടുത്തില്ല. ഞാൻ ഒരുപാട് തവണ അവനോട് പറഞ്ഞു നമുക്ക് എല്ലാ പ്രശ്നങ്ങളും സംസാരിച്ച് പരിഹരിക്കാന്നുള്ളത്. പിന്നെ എന്നാത്തിന് അവൻ ആമേനെ പോലെ തോടിനുള്ളിൽ ഒളിച്ചിരിക്കുന്നേ? അവൾ ഇതെല്ലാം നോൺ സ്റ്റോപ്പ് ആയിട്ട് പറയുന്നത് കേട്ട് സീറു, ഒന്നുകിൽ അവനെ കമ്പനി ബാൻ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവനെ നിന്നെ ഫേസ് ചെയ്യാനുള്ള പേടിയായിരിക്കും എന്ന് പറയുന്നു. ഷെൻഷൻ, പേടിയോ? അവൻ എന്നെയോ? അവൻ കളിയാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് ഞാൻ എന്ന് പറയുന്നു. ഇവരിതെല്ലാം സംസാരിച്ച് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോഴാണ് അടുത്ത ടേബിളിൽ ഒരു പ്രപ്പോസൽ നടക്കുന്നത്. ആ ഗേള് പ്രപ്പോസൽ ആക്സെപ്റ്റ് ചെയ്യുന്നു. എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നു. ഈ ഒരു സീൻ കണ്ട ഹാങ് ഓവറിൽ ഷെൻഷനും പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി വിചാരിക്കുന്നു. ഇളിച്ച മുഖത്തോടെ പറയാൻ പോകുമ്പോ തന്നെ അവക്കൊരു കോള് വരുന്നു. ആരാന്ന് പോലും നോക്കാതെ അവൾ ആ കോള് കട്ട് ചെയ്യുകയും ചെയ്യുന്നു. അത് ബോക്സു ആണ്. അവൾ എന്റെ കോള് കട്ട് ചെയ്തോ എന്ന് ചോദിച്ച് ബോക്സു പിന്നെയും വിളിക്കുന്നു. ഷെൻഷന്റെ ആ ഫ്ലോ അങ്ങ് പോകുന്നു. ആരാന്ന് നോക്കുമ്പോ അത് ബോക്സു ആണ്. ഇവന്റെ അടുത്തൊന്നും ഓടി രക്ഷപ്പെടാൻ പറ്റുന്നില്ലല്ലോ എന്ന് ചിന്തിച്ച് ഷെൻഷൻ കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ ബോക്സു, എന്തിനാ നീ എന്റെ കോള് കട്ട് ചെയ്തേ എന്നവൻ ചോദിക്കുന്നു. ഷെൻഷൻ, നിനക്കിപ്പോ എന്തോ ഹെൽപ്പ് വേണം, അതിന് വേണ്ടിയിട്ടല്ലേ ഇപ്പൊ നീ എന്നെ വിളിച്ചേ? ഇന്ന് മുഴുവൻ ഞാൻ നിന്നെ തെരഞ്ഞെടുക്കുമായിരുന്നു എന്ന് പറയുന്നു. ബോക്സു, ഞാനൊരു പ്രശ്നത്തിലാണോ, ഒന്ന് വന്ന് പരിഹരിക്കേ എന്ന് പറയുന്നത് കേട്ട് ഷെൻഷൻ, അല്ലെങ്കിലും നീ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമ്പോൾ മാത്രമല്ലേ എന്നെ വിളിക്കത്തുള്ളൂ. ഞാൻ നിന്നെ കാണണമെന്ന് വിചാരിക്കുന്ന സമയത്ത് നീ എന്നെ തിരിഞ്ഞു പോലും നോക്കാറില്ല. ഞാൻ എന്തോരം പ്രശ്നങ്ങളാ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അറിയോ എന്നവൾ ചോദിക്കുന്നു. ബോക്സു, അതിപ്പോ അതുകൊണ്ടല്ലേ ഞാൻ നിന്നെ വിളിച്ചത്. നീ പെട്ടെന്ന് വന്ന് ഈ പ്രശ്നം ഒന്ന് പരിഹരിച്ചതാ. ഞാൻ നിനക്ക് അഡ്രസ്സ് സെൻഡ് ചെയ്ത് തരാം എന്ന് പറയുന്നു. ബോക്സു അഡ്രസ്സ് സെൻഡ് ചെയ്ത് കൊടുക്കുന്നു. സീറുവിനോട്, സോറി ഞാൻ അവന്റെ അടുത്തേക്ക് പോവാണ് എന്ന് പറഞ്ഞ് ഷെൻഷൻ അവിടുന്ന് പോകുന്നു. ബോക്സു വാലറ്റ് എടുക്കാൻ മറന്നുപോയതുകൊണ്ടാണ് ഷെൻഷനെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. ബില്ലൊക്കെ പേ ചെയ്ത് ഷെൻഷൻ അത് സെറ്റിൽ ചെയ്യുന്നു. ആ ബില്ല് അവള് നോക്കുന്നത് കണ്ട് ബോക്സു, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, അത് ഞാൻ തിരിച്ചു തരാം എന്ന് പറഞ്ഞ് പോകാൻ നിൽക്കുന്നു. നിക്ക്, നിന്നോട് എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട് എന്ന് ഷെൻഷൻ പറയുന്നു. ഇപ്പൊ അവര് സംസാരിക്കുന്നു. ഷെൻഷൻ, ഇത്ര ദിവസം ഞാൻ നിന്നെ കണ്ടുപിടിക്കാൻ വേണ്ടി എത്ര കഷ്ടപ്പെട്ടു എന്ന് നിനക്കറിയോ? നീ ഇനി കമ്പനിയിലേക്ക് തിരിച്ചു പോകുന്നുണ്ടോ എന്നവള് ചോദിക്കുന്നു. അപ്പൊ ബോക്സു, നീ തന്നെ ഗസ് ചെയ്തോ എന്ന് പറയുന്നത് കേട്ട്, ദയവ് ചെയ്ത് മറ്റുള്ളവരെ കൂടെ പ്രശ്നത്തിലാക്കരുത്. നീ പോയില്ലെങ്കിൽ എനിക്കും അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല എന്ന് ഷെൻഷൻ പറയുന്നു. ബോക്സു, ഞാനില്ലാന്ന് കരുതി നിനക്ക് എന്താ കമ്പനി പോകാൻ പറ്റാത്തെ? ഇത്രയും ദിവസം നീ എന്നെ കുടുക്കുമായിരുന്നു. അവൻ ഈ പറഞ്ഞ കാര്യം കേട്ട് ഷെൻഷൻ, ഞാൻ നിന്നെ കുടുക്കീന്നോ? ഇത് നോക്ക് മിസ്റ്റർ എന്ന് പറഞ്ഞ് ഇവനോടൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല എന്ന് തോന്നി അവൾ മിണ്ടാതിരിക്കുന്നു. ബോക്സു ആണെങ്കിൽ അവരിപ്പൊ നിൽക്കുന്ന സ്ഥലത്തിന്റെ ഭംഗി പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. ഈ ഒരു സിറ്റി നോക്ക്, മാജിക്കൽ സിറ്റി, ഫുള്ള് കോടമഞ്ഞ്, നിന്നെ അല്ലാതെ വേറെ ഒന്നും കാണാനും പറ്റുന്നില്ല. അതുകൊണ്ട് എന്റെ മനസ്സിൽ എന്ന് പറഞ്ഞ് ഷെൻഷനെ പിടിച്ചവൻ നുള്ളുന്നു. അവൾ അപ്പൊ തന്നെ വേദനിച്ചിട്ട്, നിനക്ക് എന്താ പറ്റിയേ, പ്രാന്താണോ എന്ന് ചോദിക്കുന്നു. ബോക്സു, നിനക്ക് വേദനിച്ചോ എന്ന് ചോദിച്ച് കവിളിൽ നുള്ളുന്നു. ഇതൊന്നും അവക്ക് തീരെ ഇഷ്ടാവുന്നില്ല. ബോക്സു, നിന്നെ പോലുള്ള ആളുകൾ ഭയങ്കര ബോറിംഗ് ആണ്. ആ മീൻ കണ്ണുകൊണ്ട് ഇങ്ങനെ ഓരോ സ്ഥലത്തേക്ക് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കും. നിനക്കറിയോ ക്യൂട്ട്നെസ് എന്ന് വെച്ചാൽ എന്താണെന്ന് എന്ന് ചോദിക്കുന്നു. ഇതൊക്കെ നീ കാരണമാണ്. നിനക്കറിയോ എത്ര പ്രാവശ്യം ഞാൻ വിളിച്ചു എന്ന്, എത്ര ഞാൻ മെസ്സേജ് അയച്ചു? നീ വെറും സെൽഫിഷ് ആണ്. എന്റെ എഫേർട്സിനെ നീ എപ്പോഴെങ്കിലും റെസ്പെക്ട് ചെയ്തിട്ടുണ്ടോ എന്നവൾ ചോദിക്കുമ്പോൾ ബോക്സു, അപ്പൊ നീ പറഞ്ഞു വരുന്നത് ഇതെല്ലാം എന്റെ ഫോൾട്ടാണെന്നാണോ? എനിക്കും നിന്നെ കണ്ടുപിടിക്കാൻ പറ്റിയില്ലല്ലോ, ഞാൻ നിന്നെ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ എന്ന് പറയുന്നു. അത് ഞാൻ ബിസി ആയിരുന്നു, എനിക്ക് എന്റെ കാര്യം നോക്കാൻ ടൈം വേണ്ടേ എന്നവള് റിപ്ലൈ കൊടുക്കുന്നു. നിനക്ക് എപ്പോഴും എക്സ്ക്യൂസ് ഉണ്ടാവും എന്ന് ബോക്സുവും പറയുന്നു. ഷെൻഷനെ ആ ടോപ്പിക്ക് വിടാൻ പറഞ്ഞ്, നീ നാളെ കമ്പനിയിലേക്ക് വാ, എന്നിട്ട് സ്റ്റുഡിയോന്ന് ഒരു ലൈവ് ഇട് എന്ന് പറയുന്നു. ഞാൻ ഇതിനെ ലൈവ് ചെയ്യുന്നേ, ഞാൻ ആർക്കും പ്രോമിസ് കൊടുത്തിട്ടൊന്നുമില്ലല്ലോ എന്ന് ബോക്സ് പറയുമ്പോൾ ഷെൻഷൻ, നീ പ്രോമിസ് കൊടുത്തിട്ടില്ല, പക്ഷെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. നിന്റെ ഫാൻസിന് ഞാൻ പ്രോമിസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. 3 ദിവസത്തിനുള്ളിൽ നീ ലൈവ് ഇടുന്നു ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് ഇളിച്ചുകൊണ്ട് അവള് പറയുന്നു. നാളെയാണ് ലാസ്റ്റ് ദിവസം എന്നവള് പറയുന്നത് കേട്ട് ബോക്സു, അയ് ശരിയാ, അപ്പൊ നീ എന്നെ ഇത്രയും തെരഞ്ഞുകൊണ്ട് നടന്നത് ഫാൻസിനോടുത്ത വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ടായിരുന്നോ എന്ന് ചോദിക്കുന്നു. ഷെൻഷൻ, അതിനു വേണ്ടിയല്ല, നിനക്ക് വേണ്ടിയാണ്, നിന്റെ ഫാൻസിന് വേണ്ടിയും. നിന്നെ കാണാത്തത് കാരണം നിന്റെ ഫാൻസ് എല്ലാം ഭ്രാന്ത് പിടിച്ച് നടക്കുവാണ്. അവർക്ക് നീയാണ് എല്ലാം. അപ്പൊ അവരെ സാറ്റിസ്ഫൈ ചെയ്യണ്ടേ? ഈ ഒരു വഴിയല്ലാതെ വേറെ ഒരു വഴിയും ഞാൻ കണ്ടുമില്ല
എന്ന് അവള് പറയുന്നു. ബോക്സു, എനിക്ക് ആ പ്രസിഡന്റിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ തീരെ താല്പര്യമില്ല എന്ന് പറയുന്നത് കേട്ട് ഷെൻഷൻ, നീ എന്തിനാ എപ്പോഴും അയാൾക്കെതിരെ നിൽക്കുന്നത്? ഇത് നിന്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നു. ഞാൻ എങ്ങനെയാ നിന്നെ പറഞ്ഞു മനസ്സിലാക്കുക? നിനക്ക് ഞാൻ പറയുന്ന ഒരു കാര്യവും മനസ്സിലാവുന്നില്ലേ എന്ന് ബോക്സ് പറയുന്നു. ഷെൻഷൻ, ഒക്കെ ശരിയായിരിക്കാം, പക്ഷെ നിനക്കറിയോ കമ്പനി നിന്നെ കൊടുക്കാൻ പോകുവാണെന്ന് എന്ന് അവള് പറയുന്നു. അവളത് അബദ്ധത്തിൽ പറഞ്ഞതായിരുന്നു. അത് കേട്ട് ബോക്സു, അവസാനം നീ സത്യം പറഞ്ഞു എന്ന് പറയുന്നു. എനിക്ക് നിന്നോട് സത്യം പറയാൻ പേടിയായിരുന്നു, അത് കാരണം നിന്റെ കോൺഫിഡൻസ് ഇല്ലാതാവുമെന്നാണ് ഞാൻ വിചാരിച്ചത്. എല്ലാവരും ചിന്തിക്കുന്നത് ഈ പാട്ട് പാടുന്നതൊക്കെ നിനക്ക് വെറും തമാശയാണെന്നാണ്. എനിക്ക് മനസ്സിലാവും നിന്റെ ഫീലിങ്സ് എന്താണെന്നുള്ളത്. നിനക്ക് പാടാൻ പറ്റില്ല എന്നാണെങ്കിൽ എല്ലാം അർത്ഥമില്ലാതായിപ്പോവും എന്ന് അവള് പറയുന്നു. ബോക്സു, നിനക്ക് എങ്ങനെയാ എന്നെ ഇത്രമാത്രം മനസ്സിലായേ എന്ന് ചോദിക്കുന്നു. ഷെൻഷൻ, നിന്നോട് ഇത് ചെയ്യേ അത് ചെയ്യേ എന്ന് പറയാനുള്ള അധികാരമൊന്നും എനിക്കില്ല. ഈ ലൈവിന്റെ പ്രശ്നം ഉണ്ടാക്കിയത് ഞാനാണ്, സോ അത് ഞാൻ തന്നെ സോൾവ് ചെയ്തോളാം എന്ന് പറഞ്ഞ് അവൾ അവിടുന്ന് പോകുന്നു. നീ എങ്ങോട്ടേക്ക് പോകുന്നേ? നമുക്ക് സംസാരിക്കാം എന്ന് ബോക്സ് പറയുന്നു. ഇനി സംസാരിക്കാനൊന്നും ഇല്ലാന്ന് അവളും പറയുന്നു. ഈ സമയത്ത് ഷെൻഷന് സീറുവിന്റെ മെസ്സേജ് വരുന്നു. അവൾ ആ മെസ്സേജിന് റിപ്ലൈ കൊടുക്കാൻ നിൽക്കുന്നത് കണ്ട് ബോക്സു അടുത്ത് വന്ന് ഫോൺ വാങ്ങുന്നു. ഒരുപാട് ലേറ്റ് ആയിട്ടും അവൻ നിനക്ക് ടെക്സ്റ്റ് ചെയ്യുന്നൊക്കെ ഉണ്ടല്ലോ, പ്രോബ്ലം ഒക്കെ സോൾവ് ആയോ? എല്ലാം ശരിയായോ? പെട്ടെന്ന് വീട്ടിലേക്ക് പോകുന്നു. അത് വായിച്ച് ബോക്സു, ഇവൻ ഭയങ്കര സ്വീറ്റ് ആണല്ലോ, പിന്നെന്താ നീ അവനെ മാരി ചെയ്യാത്തെ എന്ന് ചോദിക്കുന്നു. നീ എന്തിനാ എന്റെ പ്രൈവസിയിലേക്ക് കയറി വരുന്നേ എന്ന് ചോദിച്ച് ഷെൻഷൻ ആ ഫോൺ വാങ്ങാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമിക്കുന്നു, പക്ഷെ നടക്കുന്നില്ല. അവൻ എന്ത് റിപ്ലൈ കൊടുക്കാനാ നീ ഉദ്ദേശിക്കുന്നത്? നീ പറ, ഞാൻ അവനെ ഹെൽപ്പ് ചെയ്യാം എന്നവൻ പറയുന്നു. ഷെൻഷൻ, ദാറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ്, നീ ഭയങ്കര ബോറിംഗ് ആണ് എന്ന് പറയുന്നു. അത് ഷെൻഷൻ ബോക്സുവിനോട് പറഞ്ഞതായിരുന്നെങ്കിലും ബോക്സു ഒരു അക്ഷരം പോലും വിടാതെ എല്ലാം അതുപോലെ സീറുവിന് ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്യുന്നു. അവന്റെ പണി കഴിഞ്ഞ് ഫോൺ ഷെൻഷന് കൊടുക്കുന്നു. ഈ മെസ്സേജ് സീറോ കാണുന്നു. സീറോ ആകെ അപ്സെറ്റ് ആവുന്നു. ബോക്സു അയച്ച മെസ്സേജ് കണ്ട് ഷെൻഷനും കരയുന്നു. ഇത് കണ്ട് ബോക്സു, നിനക്ക് എന്താ പ്രാന്താണോ? എത്ര പെട്ടെന്നാ നീ നിന്റെ മൂഡ് ചേഞ്ച് ചെയ്യുന്നേ? നീ എന്നെയല്ല എന്നോട് പറഞ്ഞത് അത് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്തു, അത്രയല്ലേ ഇപ്പൊ ഞാൻ ചെയ്തുള്ളൂ എന്ന് ചോദിക്കുന്നു. ഷെൻഷൻ കരഞ്ഞോണ്ടിരിക്കുവാണ്. ഇത് കണ്ട് ബോക്സ് ചിരിച്ചോണ്ടും ഇരിക്കുവാണ്. പ്രപ്പോസ് ചെയ്യാൻ പോയ പോലെ സംസാരിച്ചിട്ട് ഇപ്പൊ അതുപോലെ ഒരു മെസ്സേജ് അയച്ചത് ആലോചിച്ച് ഷെൻഷൻ ഒരുപാട് സാഡായി വീട്ടിലേക്ക് പോകുന്നു. പിറ്റേ ദിവസം കമ്പനിയിലെത്തിയ ഷെൻഷൻ, പ്രോമിസ് കൊടുത്തത് എന്റെ തെറ്റായിരുന്നു, എനിക്കത് പാലിക്കാൻ പറ്റിയില്ല എന്ന് പറയുന്നു. ഡയറക്ടർ ഞാൻ, ഇനി വേറെന്തെങ്കിലും എന്ന് ചോദിക്കുന്നു. ഷെൻഷൻ ഇല്ലാന്ന് പറയുന്നു. ഡയറക്ടർ ഞാൻ, അതെങ്ങനെയാ ശരിയാവുക? നിനക്ക് എപ്പോഴും ഒരുപാട് ഐഡിയാസ് ഉണ്ടാവുന്നതാണല്ലോ, ഇപ്പൊ എന്താ നിന്റെ ഐഡിയ പറ എന്ന് ചോദിച്ച് ചൂടാവുന്നു. ഇപ്പൊ എന്റെ കയ്യിൽ ഒരു ഐഡിയയും ഇല്ല എന്ന് ഷെൻഷൻ സങ്കടത്തിൽ പറയുന്നു. ഡയറക്ടർ ഞാൻ, ഇത് നിന്റെ തെറ്റല്ല, വിധി എന്താണോ അത് മാത്രമേ നടക്കുള്ളൂ. പക്ഷേ വന്ന സമയത്ത് നീ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊരു ചെറിയ കാര്യത്തിന് പോലും ഹാർഡ് വർക്ക് ചെയ്യുന്നുള്ള കാര്യം, എന്നിട്ട് നീ അത് ചെയ്തോ എന്ന് ചോദിക്കുന്നു. ഞാനത് ചെയ്തു, പക്ഷേ എന്നെ കൊണ്ട് അത് നടത്താൻ പറ്റിയില്ല, സോറി എന്ന് ഷെൻഷൻ പറയുന്നു. സോറി പറഞ്ഞ എല്ലാ പ്രശ്നവും സോൾവ് ആവോ? നിനക്ക് ഇതിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ച് ഡയറക്ടർ ഞാൻ ലോക ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. സാധാരണ അതിനെതിരെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഷെൻഷൻ ഇന്നൊന്നും മിണ്ടാതെ എല്ലാം കേട്ടോണ്ടിരിക്കുന്നു. എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കണം എന്ന് പറഞ്ഞ് അവൾ ആ ക്യാബിൽ നിന്ന് ഇറങ്ങി പോകുന്നു. ഡയറക്ടർ ഞാൻ, ഈ കുട്ടിക്ക് ഇത് എന്താ പറ്റിയേ എന്ന് ചോദിക്കുമ്പോൾ ഡയറക്ടർ യു, അവളാകെ ടയേർഡാണ്, ഈ പറയുന്ന നിനക്ക് 1% ബോക്സുവിനെ കൊണ്ട് സമ്മതിപ്പിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ഡയറക്ടർ ഞാൻ, അതൊക്കെ ഷെൻഷനെ പോലെയുള്ള അസിസ്റ്റന്റിനെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഡയറക്ടർ യുവിന്റെ അടുത്തേക്ക് പോയിട്ട്, ബോക്സും ഷെൻഷനും തമ്മിൽ ഒരു ബോണ്ട് ഉണ്ട് എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഡയറക്ടർ യു, നീ എന്ത് മനുഷ്യനാ? പ്രായമായ സ്ത്രീകളുടെ പോലെ ഗോസിപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുവാണോ? നിനക്കറിയില്ല അത് എത്രമാത്രം സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ ആണെന്നുള്ളത് എന്ന് ചോദിച്ച് അവിടുന്ന് പോകുന്നു. ഷെൻഷൻ ആണെങ്കിൽ ആകെ ശോകത്തില് സീറോയിന് ബോക്സ് അയച്ച മെസ്സേജ് നോക്കിക്കൊണ്ടിരിക്കുവാണ്. എക്സ്പ്ലെയിൻ ചെയ്യാൻ അവൾ നോക്കുന്നുണ്ട്, പക്ഷെ അവള് വേണ്ടാന്ന് വെക്കുന്നു. പിന്നെയും അവള് മെസ്സേജ് അയക്കുന്നു. അപ്പോഴേക്ക് ഡയറക്ടർ ഡു അങ്ങോട്ടേക്ക് വരുന്നു. സീറോയിന്റെ കാര്യം എന്തായി എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഡയറക്ടർ ഡു വന്നിട്ടുള്ളത്. ഇപ്പൊ അവനുള്ള കമ്പനിയുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒത്തുതീർപ്പാവട്ടെ, അതിനുശേഷം എന്താന്ന് വെച്ചാൽ തീരുമാനിക്കാം എന്നാണ് സീറോ പറഞ്ഞത് എന്ന് ഷെൻഷൻ ഡയറക്ടർ ഡുവിന്റെ അടുത്ത് പറയുന്നു. സോ ഡയറക്ടർ ഡു അവിടുന്ന് പോകുന്നു. ഷെൻഷൻ ഫോൺ നോക്കുന്ന സമയത്ത് സീറോവിന്റെ റിപ്ലൈ ഒന്നും കാണുന്നില്ല. അവൻ നിന്നെ ഒഴിവാക്കുമായിരിക്കും എന്ന് അവൾ അവളോട് തന്നെ പറഞ്ഞ് സങ്കടത്തിലിരിക്കുന്ന സമയത്താണ് ബോക്സ് ലൈവ് ഇട്ടിട്ടുണ്ട് എന്ന് ഒരു കോവർക്കർ പറയുന്നത് ഷെൻഷൻ കേൾക്കുന്നത്. അത് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരും അതിരുന്ന് കാണുന്നു. ഫ്ലോർ തുടയ്ക്കാൻ ഞാനൊരു സീക്രട്ട് പറഞ്ഞുതരാം. അതെന്താണെന്നറിയോ? ഫ്ലോർ തുടയ്ക്കുന്ന സമയത്ത് സോഡ പൗഡർ വെള്ളത്തിലിട്ട് തുടച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലോർ നല്ല നൈസും ക്ലീനും ആയിട്ട് വരും. എനിക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടെങ്കിൽ അവൾക്ക് വേണ്ടിയിട്ട് ഈ വീട്ടിലെ എല്ലാ ജോലിയും ഞാൻ ചെയ്തു കൊടുക്കും. അവൾക്ക് വേണ്ടി കുക്ക് ചെയ്യും, എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യും. കാരണം എന്താ? എനിക്ക് അവളെ ഇഷ്ടമാണ്. പിന്നെ ഞാൻ നിങ്ങളുമായിട്ട് എന്റെ പുതിയ പാട്ട് ഷെയർ ചെയ്യാം, ഫോൺ ഫുൾ ബാറ്ററി ആക്കി വെച്ചോ എന്ന് ബോക്സ് പറയുന്നു. സാഡ് ആയിട്ട് ഇരുന്നോണ്ടിരുന്ന ഷെൻഷൻ ഇപ്പൊ ഫുൾ ചാർജ് ആവുന്നു. ഹായ്, ഞാൻ ബോക്സു. ഞാൻ എന്താ ചെയ്യുന്നതെന്നറിയോ? ഞാനിപ്പോ കുക്ക് ചെയ്തോണ്ടിരിക്കുവാണ്. ഞാൻ കുക്ക് ചെയ്യുന്ന ഡിഷിന്റെ പേരെന്താണെന്നറിയോ? സ്വീറ്റ് പൊട്ടറ്റോ ത്രെഡ്സ്. അതാണ് ഈ ഡിഷിന്റെ പേര് എന്ന് അവൻ പറയുന്നു. ഒരുപാട് ആളുകൾ ലൈവിലുണ്ട്. ഇത് കണ്ട് കോവർക്കർ, ആകെ 5 മിനിറ്റേ ആയിട്ടുള്ളൂ, 1 മില്യൺ ആൾക്കാർ കണ്ടു, ബോക്സു ഭയങ്കര പോപ്പുലർ ആണ് എന്ന് പറയുന്നു. ഇവിടെ ബോക്സു, കണ്ടോ, എനിക്ക് പാടാനോ ഡാൻസ് ചെയ്യാനോ ആക്ട് ചെയ്യാനോ മാത്രമല്ല അറിയുന്നത്, എനിക്ക് സ്വീറ്റ് പൊട്ടറ്റോ കുക്ക് ചെയ്യാനും അറിയാം. ഇപ്പൊ ഇത് റെഡി ആയിട്ടുണ്ട്, നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കണോ? എനിക്കറിയാം നിങ്ങൾക്ക് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണം
എന്നുള്ള കാര്യം. പക്ഷേ ഞാൻ തരില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ തന്നെ ഉണ്ടാക്കി കഴിച്ചോ, കേട്ടല്ലോ എന്ന് പറയുന്നു. ഈ ലൈവ് കണ്ട ലീന, ബോക്സ് നല്ല ഫണ്ണിയാണ്, അവന്റെ ലൈവ് പോപ്പുലർ ആണ്, അവന്റെ തന്നെ ഒരു ഫാനാണ് എന്നോട് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. പ്രസിഡന്റ്, അതാണ് ഫാൻസ് എന്ന് പറയുന്നത്, നമ്മളെല്ലാവരും ഫാൻസിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ബോക്സുവിനെ ഒരിക്കലും നിസ്സാരമാക്കി കാണാൻ പറ്റില്ല, അവന്റെ ഫാൻസിൽ നിന്നും അവന് പണം കിട്ടും എന്ന് പറയുന്നു. ബോക്സുവിനെ വിൽക്കാനുള്ള തീരുമാനത്തോട് വിയോജിപ്പുള്ളതുപോലെയാണ് പ്രസിഡന്റ് സംസാരിക്കുന്നത് എന്ന് തോന്നിയ ലീന, ഡയറക്ടർ ഡൂ പറയുന്നത് കൊണ്ടാണോ നീ ബോക്സുവിനെ വിൽക്കാൻ സമ്മതിക്കാത്തെ എന്ന് ലീന ചോദിക്കുന്നു. പ്രസിഡന്റും ലീനയും തമ്മിൽ വഴക്കാവുന്നു. ലീന അവിടുന്ന് പോകുന്നു. ബോക്സ് ലൈവ് വന്നതിന്റെ സന്തോഷത്തിൽ ഡയറക്ടർ നാനിന്റെ വക എല്ലാവർക്കും ചിലവുണ്ട്. ഡയറക്ടർ നാൻ എന്നോട് സ്പെഷ്യൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വലിയൊരു കപ്പ് കോഫിയും ഒരു പീസ് കേക്കും നിനക്ക് സ്പെഷ്യൽ ആയിട്ട് തരാനായിട്ട് എന്ന് പറഞ്ഞ് കോവർക്കർ അത് ഷെൻഷന് കൊടുത്തിട്ട് പോകുന്നു. ഡയറക്ടർ നാൻ ഇപ്പൊ ഷെൻഷനോട് സംസാരിക്കുവാണ്. ഇപ്പൊ ബോക്സുവിന് ആക്ടിവിറ്റി ഒന്നും ഇല്ലാത്തത് കാരണം നിന്നെ PR ടീമിലേക്ക് തിരിച്ചെടുക്കാൻ പോകുവാണ് എന്ന് ഡയറക്ടർ നാൻ പറയുന്നു. ഇനി എന്തെങ്കിലും ഉണ്ടോ എന്ന് ഷെൻഷൻ ചോദിക്കുമ്പോൾ, അവന്റെ അസിസ്റ്റന്റ് ആവേണ്ട കാര്യമില്ല, നിന്റെ ഡ്രീം സത്യമായില്ലേ എന്ന് ഡയറക്ടർ നാൻ ചോദിക്കുന്നു. പക്ഷേ ബോക്സുവിനെ കമ്പനി വിൽക്കാൻ പോകുവാണോ എന്ന് അവൾ ചോദിക്കുന്നു. ഇതോടുകൂടെ എപ്പിസോഡ് 14-15 തീരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.